എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നു. അതിനുശേഷം കൂടെയുള്ളവരോട് പറയും, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന്. അങ്ങനെ നന്ദു അകത്തോട്ട് കയറി വരുവാണ്. അത് കാണുന്നത് ഭയങ്കര സന്തോഷമാട്ടോ അനിയുടെ മുഖത്ത്. ഏതായാലും നന്ദു അകത്തോട്ട് കയറി വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ്, എനിക്ക് ഒരു പരാതി കിട്ടി, അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു നിശ്ചയം നടക്കുന്നു എന്ന് പറഞ്ഞ് അനാമികയും അവളുടെ അച്ഛനും പരാതി തന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ മുമ്പിലേക്ക് ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പം അത് ഇഷ്ടപ്പെടാതെ കനക ചോദിക്കും, നന്ദു നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, പൊയ്ക്ക് എന്ന് പറയുവാണ്. ആ പരാതി കിട്ടിയപ്പോഴേ നിനക്ക് വലിച്ചു കീറി കളയാൻ മേലായിരുന്നോ എന്നുകൂടി ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഐ കസേര ഞാൻ കാണില്ല എന്ന്. അന്നേരം എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. അന്നേരം നന്ദു മുത്തശ്ശനോടായിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനെ നിയമം അറിയാലോ, ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ജാനകിയുടെ ചോദ്യം വരുന്നു. ജാനകി ചോദിക്കുവാണ്, അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ തന്നെ ഇവിടുത്തെ നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, അന്നേരം പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന്. അതിനെ സപ്പോർട്ട് ചെയ്ത് മുത്തശ്ശിയും അതും പോരായിരുന്നോ മോളെ എന്ന് ചോദിക്കുന്നു. അന്നേരം നന്ദു പറയുവാണ്, എനിക്ക് അങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നതിന് കാരണം ഈ കുടുംബത്തിൻ്റെ അന്തസ്സുഹൃത്താണ്. ഇപ്പം ഇവിടെ നിശ്ചയം നടന്നിരുന്നുവെങ്കിൽ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേനെ, അത് ഈ കുടുംബത്തിന് വലിയ നാണക്കേടായേനെ എന്നൊക്കെ പറയുന്നു. അന്നേരം ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ദേഷ്യം വരുന്നുണ്ട് നവീൻ. അതുകൊണ്ട് നവീൻ പറയും, എനിക്കും കുറച്ച് നിയമങ്ങളൊക്കെ അറിയാം നന്ദു എന്ന്. അന്നേരം നന്ദു ചോദിക്കും, എനിക്ക് പറ, ഇങ്ങനെ ഒരു നിശ്ചയം നടന്നാൽ എന്താ സംഭവിക്കുന്നതെന്നങ്ങ് പറ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുവേ. അന്നേരം ദേഷ്യമാണ് എല്ലാവർക്കും. ജാനകിയാണ് എരിച്ച് നിൽക്കുവാണ്. എന്നിട്ട് മുത്തച്ഛനോട് പറയും, ഇതൊന്നും നോക്കണ്ട അച്ഛാ, നമുക്ക് നിശ്ചയം പെട്ടെന്ന് നടത്താമെന്ന്. അന്നേരം ജലജയും പറയുന്നുണ്ട്, അവൾ വലിയ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരുത്തി വന്നേക്കുന്നു, നീ എൻ്റെ മകനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നും എനിക്കറിയാം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് എൻ്റെ കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഞാൻ അതിനെതിരെ ആക്ഷൻ എടുത്തിരിക്കും, അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, ഇനിയിപ്പം ഇത് ഈ രീതിയിൽ ഒരു കേസായ സ്ഥിതിക്ക് നമുക്ക് നിശ്ചയം നടത്തണ്ട, അതാ നല്ലത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാകും. ഇനി എല്ലാ തരത്തിലും ഇവൻ്റെ മോള് എൻ്റെ അനിയുടെ ജീവിതത്തിൽ നിന്നും പോയതിന് ശേഷം കല്യാണം നടത്തിയാൽ മതി, ഇനി നമുക്ക് നിശ്ചയം നടത്തണ്ട, കല്യാണമായിട്ട് കാര്യങ്ങൾ അങ്ങ് നടത്തിയേക്കാം എന്ന് പറയുന്നു. അന്നേരം വേണു ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാമായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന്. അന്നേരം മുത്തശ്ശൻ കോളറിന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ഇനിയും ഇവിടെ നിന്ന് ചലച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ അങ്ങ് മുടക്കും, നിന്നെയും നിൻ്റെ ഭാര്യയും മകളെയും ആ വീട്ടിലിട്ട് കത്തിക്കാൻ വേണ്ടി, അതുകൊണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ ഇറങ്ങി പോകാൻ പറയുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരുവാണ് അവന്തികയ്ക്ക്. അവന്തിക പയ്യൊന്ന് ചിനുങ്ങി കണ്ണീരൊക്കെ വരുന്നുണ്ട്. കണ്ണീരൊക്കെ തുടച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശൻ അടുത്തോട്ട് എന്നിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കുമൊന്നും വേണ്ട, അനി മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും, ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നീട് നിശ്ചയമില്ലാതെ തന്നെ കല്യാണം നടത്താം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഞാനിത് മാറ്റി വയ്ക്കുന്നത്, അത് തിരുമേനിക്കറിയാലോ എന്ന്. അന്നേരം അവിടെ പൂജ ചെയ്യാൻ വന്ന അങ്ങേര് പറയുന്നുണ്ട്, അത് തന്നെ നമ്മളിവിടെ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളക്കണഞ്ഞു, അതൊരു ദുസൂചനയാണ്, അതുകൊണ്ട് ഇനി കുട്ടികളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം എന്ന് പറയുന്നു. അന്നേരം ജലജ, എന്ത് ജാതകം, രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനപ്പൊരുത്തം നോക്കിയാൽ മതി, അല്ലാതെ ജാതകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അന്നേരം ആ തിരുമേനി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ മനപ്പൊരുത്തം രണ്ടുപേരും തമ്മിലുണ്ടോ എന്ന്. അതില്ല എന്നറിയാലോ, അതുകൊണ്ട് തന്നെ അവർ ആകെ വിഷമിച്ചൊന്നും ഇടാൻ നിൽക്കുന്നു. അന്നേരം അവിടെ നന്ദു നിൽപ്പുണ്ട്. നന്ദുവിനോട് നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകിക്ക്. അതുകൊണ്ട് ജാനകി ചോദിക്കുവാണ്, ഇതാണോ കനകെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല എന്നും അവൻ്റെ വിവാഹം മുടക്കാൻ അവൾ ശ്രമിക്കില്ല എന്നും പറഞ്ഞത്, അതുകൊണ്ടാണ് അവൾ ഇതൊക്കെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, ഇനി നിങ്ങളാരും കൂടുതൽ പറയണ്ട, അവൾ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾക്ക് അവൾ പറഞ്ഞപ്പം മനസ്സിലായില്ലേ, പിന്നെ ഇതിനെ ഇങ്ങനെ തർക്കിക്കുന്നത്, അതുകൊണ്ട് മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നു. അന്തേക്കും നന്ദു എന്തോ പറയാൻ തുടങ്ങുക, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം കനക നീ കൂടുതൽ സംസാരിക്കേണ്ട പോയേ എന്ന് പറയുന്നു. അങ്ങനെ നന്ദു പോയി കഴിയുമ്പോഴേക്കും അവിടുന്ന് കനകയും ഗോവിന്ദനും പോരാൻ തുടങ്ങുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഗോവിന്ദ ഇനി മോളെ വഴക്കൊന്നും പറഞ്ഞേക്കരുത് എന്ന്. ഇതിലൊക്കെ വലിയൊരു ട്വിസ്റ്റ് പിന്നെ നടക്കാൻ പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും കണ്ടത് അനി കണ്ട സ്വപ്നമാണ്. അനി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, കല്യാണം മുടങ്ങിയോ എന്നിങ്ങനെ ഓർത്ത്, നിശ്ചയം മുടങ്ങിയോ എന്നോർത്ത്. അപ്പോഴത്തേക്കും റൂമിലേക്ക് ചായയായിട്ട് ദേവേനി വരും. എന്നിട്ട് നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയാകുക എന്ന് പറയുമ്പം വിവാഹനിശ്ചയം മുടങ്ങിയല്ലേ വലിമേ എന്ന് ചോദിക്കും. അന്നേരം വിവാഹനിശ്ചയം മുടങ്ങിയെന്നോ, നീ എന്ന് ഈ പറയുന്നത്, എല്ലാവരും റെഡിയാകുന്നേ ഉള്ളൂ, നീ എഴുന്നേറ്റ് റെഡിയാകുക എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോവാണ്. അന്നേരം ആകെ നിരാശയാകുന്നുണ്ട് കേട്ടോ. എനിക്ക് വിവാഹനിശ്ചയം മുടങ്ങിയെന്നോർത്ത് സന്തോഷിച്ച് ചാടി എഴുന്നേറ്റതാണല്ലോ.
പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. രണ്ടുപേരും റെഡിയായി ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. താഴേക്ക് ഇറങ്ങി വന്നല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും റൂമിൽ വന്ന് ആരോ തട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ അനിയാണ്. അനി ഇത്തിരി ഗൗരവത്തിലാണ്. അനി പറയുവാണ് ആദർശേട്ടനും ഏട്ടത്തെയും കൂടെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അന്നേരം അനി എന്താ ഭയങ്കര സീരിയസ് ആയിട്ട് എന്ന് നയന ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. ഞാൻ പലതവണ പറഞ്ഞതാണ് ഈ വിവാഹ നിശ്ചയം വേണ്ട വേണ്ടെന്ന്. പക്ഷെ ഒരാൾ പോലും അത് കേട്ടില്ല. ഞാനൊരു മനുഷ്യജീവിയാണെന്ന് പോലുമുള്ള പരിഗണന ആരും എനിക്ക് തന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പം ആദർശ് പറയുവാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നിൻ്റെ വിവാഹ നിശ്ചയമാണ് ഇന്ന്, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി റെഡിയായിട്ട് വരാൻ നോക്കുക എന്ന് പറയും. അന്നേരം അനു പറയുന്നുണ്ട്, ഞാൻ റെഡിയാകാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറയണം, അതിനുശേഷം ചിലപ്പം എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ഈ വിവാഹം നിശ്ചയം മുടങ്ങും, എന്താണെങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നീ വെറുതെ കളിക്കരുത് അനി എന്ന് പറയും. അന്നേരം അനി ചോദിക്കാം, കളിക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ വല്ല ഉറിയടി നടക്കുന്നുണ്ടോ, ഏട്ടൻ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി സീരിയസ് ആയിട്ട് അനി അത്രയും പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. ഈ സീരിയൽ തുടങ്ങിയപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് നെഞ്ചുറപ്പോടെ ഒരു കാര്യം അനി പറയുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അനി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ആദർശേട്ട എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ വിവാഹ നിശ്ചയം തീരെ ഇഷ്ടമല്ലായിരുന്നു, അവൻ അത് എത്ര പ്രാവശ്യം പറഞ്ഞതാ, ആരും കേട്ടില്ലല്ലോ എന്ന് ആദർശ് പറയും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നയന പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഇനി അവന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാമെന്ന്. ഏതായാലും അവരും താഴേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന നന്ദു. അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് അനാമികയും വേണുവും കയറി വരുന്നു. എന്നിട്ട് എന്തിനാണ് ഇവരെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുക ദേഷ്യപ്പെട്ട്. അന്നേരം വേണു പറയുന്നുണ്ട്, ഞങ്ങളെ കാണുമ്പോൾ മേഡത്തിന് ദേഷ്യം വരുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളൊരു പരാതി തരാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും. അന്നേരം എന്ത് പരാതി എന്ന് ചോദിക്കുന്നത് അനാമിക പറയുവാണ്, അനിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം മേടിച്ച് തരണമെന്ന്. അത് പറഞ്ഞ് തീരേണ്ട താമസം കാരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് അനിയുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിച്ച് തരണം. അത് എന്തിനാടി, അവനെ നാണം കെടുത്തിയാനോ അതോ അവനെ ഇട്ട് കഷ്ടപ്പെടുത്തിയാനോ? എന്തിനാ നിനക്ക് നഷ്ടപരിഹാരം തരേണ്ടത്, മര്യാദയ്ക്ക് പൊയ്ക്കോണം എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, ഞങ്ങളൊരു പരാതി തരാൻ വേണ്ടിയാണ് വന്നത്, അത് നോക്കേണ്ട കടമ മേഡത്തിനില്ലേ എന്ന് ചോദിക്കുമ്പം പരാതി തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ എനിക്കറിയാം, പക്ഷേ എൻ്റെ മുമ്പിൽ കണ്ടേക്കല്ലേ രണ്ടെണ്ണത്തിനെയും എന്ന് പറയും. അന്നേരം വേണു പറയും, അതേ വേറൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ, മേഡത്തെ വിവാഹം കഴിക്കാനൊക്കെ വേറെ കുറച്ച് പേർക്ക് താല്പര്യമുണ്ട്, അത് മേഡത്തിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ കാര്യമാണ് താൻ ഈ പറയുന്നത്, താൻ ആദ്യം തൻ്റെ മോളുടെ കല്യാണം നടത്താൻ നോക്കുക, അല്ലാതെ എനിക്ക് ദല്ലാളായിട്ട് വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഏതായാലും നന്ദു ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അന്നേരം അവിടെ നിൽക്കുന്ന AIC ചോദിക്കുന്നുണ്ട്, വിവാഹ നിശ്ചയം മുടങ്ങും അല്ലേ മാഡം എന്ന്. അന്നേരം മുടങ്ങുമെന്നാണ് തോന്നുന്നത് എന്ന് നന്ദുവും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ടുണ്ട് അനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദർശം നയന ഇറങ്ങി വന്നില്ലായിരുന്നു, അവരോട് വരട്ടെ എന്ന് പറയും. അങ്ങനെ അവരോട് വന്നു കഴിയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടെല്ലാവരോടും ഈ വിവാഹ നിശ്ചയം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു അനാമിക എൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന സമയത്തും. പക്ഷേ അന്ന് ഞാൻ അനാമികയെ ഇഷ്ടമല്ല, ആ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് ആദർശേട്ടനോട് പറയാൻ ഇത്തിരി താമസിച്ചു പോയി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങൾ മൊത്തം അനുഭവിച്ചു, ഈ കുടുംബത്തിലുള്ള എല്ലാവരും അനുഭവിച്ചു. അവൾ ഈ കുടുംബത്തിൽ നടക്കുന്നത് മൊത്തം കോടതിയിൽ കയറി വിളിച്ചു പറഞ്ഞു, എല്ലാവരും നാണം കെട്ടതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ജയം പറയും, അവൾ പറഞ്ഞതിൽ പലതും കള്ളമാണ് എന്ന് പിന്നീട് തെളിഞ്ഞല്ലോ മോനെ, പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്. ആ ഒരു വിവാഹത്തിന് ശേഷം മനസ്സമാധാനം എന്താണ് എന്ന് ഞാൻ ഈ ഒരു നിമിഷം വരെ അറിഞ്ഞിട്ടില്ല, അത് എൻ്റെ വിധി. പിന്നീടും ഒരു വിവാഹ നിശ്ചയം വരുമോ അതും വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടില്ല. അതിനിടയ്ക്ക് ഇവിടുന്ന് ആദർശേട്ടനും ഏട്ടത്തിക്ക് ഇറങ്ങി പോകേണ്ടതായി വന്നു. അന്ന് MD സ്ഥാനം എന്നോട് ഏറ്റെടുക്കാൻ എല്ലാവരും പറഞ്ഞു, അത് ഞാൻ അനുസരിച്ചു. പിന്നീട് ആദർശേട്ടൻ തെറ്റെല്ലാം തിരുത്തി വിജയിച്ച് തിരിച്ചു വന്നു. അന്നേരം ആ MD കസേര ആദർശേട്ടന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അതും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു, അനുസരിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും കൂടി പറയുന്നു, ഇപ്പോൾ ഞാൻ വിവാഹ നിശ്ചയത്തിന് നിന്ന് തരണം, അവന്തികയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നു. നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ എല്ലാവരുടെയും പാവയാണോ? എല്ലാവരും എന്നെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുവാണ്, ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം നീ എന്നതായി ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ഈ വിവാഹ നിശ്ചയം നടക്കുകയില്ലെന്നാണോ നീ പറയുന്നത്? എല്ലാവരെയും വിളിച്ചു വരുത്തി വിവാഹ നിശ്ചയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവസാന നിമിഷം ഇതിൽ നിന്ന് പിന്മാറാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറയാനുള്ളത്, പറ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ഇനി ഞാൻ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, എൻ്റെ
മനസ്സിൽ എന്നും ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദു അനാമികയെ വിവാഹം കഴിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പലതവണ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, അവന്തികയെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന്. ഞാൻ അവളെ എൻ്റെ പെങ്ങളായിട്ടാണ് കണ്ടേക്കുന്നത്. ഇനിയും ആ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് അവളെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും നന്ദു മാത്രമേ ആനിയുടെ മനസ്സിലുള്ളൂ എന്നും ആനിയുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും എന്നും അവന്തികയെ ഒരിക്കലും ആ രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല എന്നും തീർത്ത് പറയുവാണ് ആനി. അത് കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശൻ. ഇനി എന്ത് തീരുമാനം മുത്തശ്ശൻ എടുക്കും എന്നറിയത്തില്ല. നല്ല ദേഷ്യത്തിലാണ് ജാനകി. അതുപോലെ നമ്മുടെ നന്മയുടെ നിറകുടമായ നയനയ്ക്കും നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. മിക്കവാറും നയന പറയുമായിരിക്കും, ഇല്ല അനി, ആ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുമായിരിക്കും. ഏതായാലും വിഷമിച്ച് നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.